നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സിനിമാ നടനായിട്ടുള്ള വിനായകനെ എല്ലാവരും അറിയുന്ന ആളാണ്. ഒരുപാട് സിനിമകളിലൂടെ നമ്മൾ കണ്ട വ്യക്തിയാണ്. മാത്രമല്ല, ദളിത് പൊളിറ്റിക്സ് നിരന്തരമായി സംസാരിക്കുകയും അതിനെക്കുറിച്ച് വാചാലനാവുകയും സിനിമയിലെ പല പ്രയാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വിനായകൻ. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് പലതരത്തിലുള്ള മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്ന് അടിയുണ്ടാക്കുന്നു, പല ആളുകൾ പരാതിപ്പെടുന്നു, നിരന്തരമായി പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഇത്തരത്തിൽ മോശം പെരുമാറ്റത്തിൻ്റെ പേരിൽ ഏറെ വിമർശിക്കപ്പെട്ട നടനുമാണ് വിനായകൻ. ആ വിനായകൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായി ഒരുപാട് ആളുകൾ കണ്ണീർ വാർത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഉമ്മൻചാണ്ടി ചത്തു, അതിനെന്തിനാണ് ഇത്ര ബഹളം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു വാചകമായിരുന്നു. അന്ന് തന്നെ ഈ പറയുന്ന വിനായകനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഒരു ഔചിത്യബോധം എന്ന് പറയുന്നത് വിനായകനുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വന്നു. മാന്യമായി പ്രതികരിക്കാൻ പഠിക്കണം വിനായകൻ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വന്നു. എന്ത് കാര്യങ്ങൾ വന്നാലും വിനായകന് ഉടൻ ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ദളിത് പടച്ചട്ട നൽകി പരിരക്ഷ നൽകി സംരക്ഷിക്കുന്ന ദളിത് ആക്ടിവിസ്റ്റുകളോടും അന്ന് ഈ സമൂഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ദളിത് ചാപ്പയടിച്ചുകൊണ്ട് എന്ത് കാര്യം പറഞ്ഞാലും അത് ദളിതനായതുകൊണ്ടാണ് വിനായകൻ ആക്രമിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ് വിനായകന് പരിരക്ഷയൊരുക്കുന്നവർ ഈ തരത്തിൽ ഇക്കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന് തന്നെയായിരുന്നു അന്ന് എല്ലാവരും പറഞ്ഞത്. മുമ്പ് വിനായകൻ്റെ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ദളിത് പൊളിറ്റിക്സിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷേ ആ സംഭവങ്ങൾ കഴിഞ്ഞ് ഇപ്പുറം, അതായത് 2 വർഷങ്ങൾക്കിപ്പുറം സഖാവ് വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്ര, ജനങ്ങൾ നെഞ്ചിലേറ്റിയ യാത്ര വരുമ്പോൾ അതുമാത്രമായിരുന്നു മാധ്യമങ്ങളിലൊക്കെയുള്ള ചർച്ച. ആ സമയത്ത് വിനായകൻ തെരുവിലിറങ്ങി സഖാവ് വി എസിന് മുദ്രാവാക്യം വിളിച്ചു, അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഇത് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം, മുദ്രാവാക്യം വിളിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതേ വിനായകനാണ് മുമ്പ് ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞത് എന്നും ഇപ്പോൾ ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിന് പരാതിയില്ല എന്നും പറയുമ്പോൾ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അവിടെ മണക്കുന്നുണ്ടായിരുന്നു. അതിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, വലിയ ചോദ്യം ചെയ്യലുകളുണ്ടായി, വലിയ വിമർശനങ്ങളുണ്ടായി. കുറച്ച് മുമ്പ്, അതായത് ഇന്നലെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ കുറച്ച് മുമ്പ് വിനായകൻ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് വിനായകൻ പറയുന്നത്, സഖാവ് വി എസ് ചത്തു, എൻ്റെ അച്ഛൻ ചത്തു, പല ആളുകൾ ചത്തു, ഉമ്മൻചാണ്ടി ചത്തു, ചത്തു 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 എന്നാർക്കാണ് കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തി വിട്ടിരിക്കുന്നത്. നമ്മുടെ ഭാഷാശുദ്ധി എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ബോധമെന്ന് പറയുന്നത്, സാംസ്കാരിക മൂല്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നതാണ്. ഒരാളെ, വെറുതെ നടന്നു വരുന്ന ഒരാളെ സഭ്യമല്ലാത്ത ഭാഷയിൽ നമ്മൾ അഭിസംബോധന ചെയ്താൽ അയാൾക്കുണ്ടാകുന്ന വേദന എത്രത്തോളമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ പാരമ്പര്യമായി പഠിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്ക് ഔചിത്യബോധമില്ല എന്നുള്ള തരത്തിൽ ആളുകൾ പറയുന്നത്. എവിടെ എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ച് അയാളെ അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചകൾക്ക് വിധേയമായി വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോഴാണ്. പലപ്പോഴും ആളുകൾക്ക് അസൗകര്യമായി തോന്നുന്ന പദപ്രയോഗങ്ങൾ നടത്തുക എന്നത് കൃത്യമായ രീതിയിൽ പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സഖാവ് വി എസ് അച്യുതാനന്ദൻ ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അങ്ങനെ ആരായാലും അവർ ചത്തു എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു പുച്ഛവും അമർഷവും അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പരിഹാസവും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അദ്ദേഹം അന്തരിച്ചു എന്നെഴുതുന്നത് ആ മരണത്തിൽ പോലും നമ്മൾ ഒരാളോട് കൊടുക്കാവുന്നതിൻ്റെ ഏറ്റവും മികച്ച ബഹുമാനം, ആദരവ്, അതൊക്കെ ആ വാക്കുകളിലൂടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പട്ടി ചത്തു എന്ന് പറയുന്ന ഒരു ലാഘവത്തോടെ ഒരു പട്ടിയെപ്പോലും ചത്തു എന്ന് പറയരുത് എന്ന് പേഴ്സണലായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതും ഒരു ജീവനാണ്, മനുഷ്യരെക്കാൾ നന്ദിയുള്ള ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് അതുപോലും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ വിശ്വാസമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം. എങ്കിലും നമ്മുടെ സമൂഹം ഒരുപാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ആളുകൾക്ക് ഗാർഡ് ഓഫ് ഓണർ പോലും കൊടുത്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹം യാത്ര അയക്കുന്ന ആളുകൾക്ക് അവരെയെല്ലാം ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ട് ആളുകളെ വെല്ലുവിളിക്കാൻ ഈ പറയുന്ന വിനായകന് എന്ത് അധികാരമാണുള്ളത്? എന്ത് അവകാശമാണുള്ളത്? ഒരു സിനിമാ നടൻ ആണ് എന്നതിൻ്റെ പേരിലാണോ വിനായകൻ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു സിനിമാ നടനായതിൻ്റെ പേരിലല്ല, മറിച്ച് ഒരു ദളിതനായതിൻ്റെ പേരിലാണ് വിനായകൻ ആക്രമിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ ദളിത് ആക്ടിവിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് തെമ്മാടിത്തരം വിനായകൻ കാണിച്ചാലും അതിനൊക്കെ അനുകൂലമായി സംസാരിക്കുന്ന, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വത്വബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്വത്വബോധം മറ്റുള്ള ആളുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ മോശമായി സംസാരിക്കുകയാണ്, അദ്ദേഹത്തെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്ന ദളിത് ആക്ടിവിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അന്നും പറഞ്ഞതാണ്, ദളിതനായതുകൊണ്ടോ മറ്റ് ജാതിയിൽപ്പെടുന്നത് കൊണ്ടോ ഒന്നുമല്ല, നമ്മൾ എങ്ങനെ എവിടെ പെരുമാറുന്നു എന്നുള്ളത് മുൻനിർത്തിയാണ് നമ്മൾ ഒരാളെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരാളെ പരിഗണിക്കുന്നതും അതുപോലെ തന്നെ അവരോടുള്ള റെസ്പെക്റ്റ് കൊടുക്കുന്നതും. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് പറയുക. ആ തരത്തിൽ നമ്മൾ ബഹുമാനം അങ്ങോട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ബഹുമാനം ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ ബഹുമാനത്തിനുള്ള അളവുകോലായി പല ആളുകളും കാണുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ വിനായകൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അത്രയേറെ മോശമാണ്, അത്രയേറെ അധപ്പതിച്ച വാക്കുകളാണ്, അത്രമേറെ നിന്ദ്യമായ വാക്കുകളാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. വിനായകന്റെ അച്ഛൻ ചത്തു എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ അധികാരവുമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ പിതാവാണ്, അതിന് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം, അതിലൊന്നും ആരും ഇടപെടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിനെ പറയുന്ന അതേ ലാഘവത്തോടെ വി എസ് അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിയെയും മറ്റു പല ഉന്നതരായിട്ടുള്ള ആളുകളെയും പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതികരണവും വളരെ രൂക്ഷമായിരിക്കും എന്നതാണ് ഇന്നത്തെ പല സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും പ്രതികരണങ്ങളിലൂടെയും നമ്മൾ കാണുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദയവായി ദളിത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റുകൾ വരാതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിനായകന്റെ ഈ വാക്കുകൾ എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും. കാരണം എത്ര നാൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ സഹിച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നല്ല വാക്കുകൾ, നല്ല ഭാഷാശുദ്ധി, കൊടുക്കേണ്ടവർക്കുള്ള ബഹുമാനം, അന്തരിച്ച് മരിച്ചു പോകുമ്പോഴെങ്കിലും അവർക്ക് അത് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ പഠിച്ച് നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ജനിച്ചു വീഴുന്ന സാഹചര്യം മോശമായാൽ പോലും നമ്മൾ ഒരുപാട് വളർന്നതിന് ശേഷം നമ്മൾക്ക് സ്വയമേവ തോന്നി മാറ്റം വരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം ചില കാര്യങ്ങൾ ഇപ്പോഴും വിനായകനിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ, ഈ പ്രവൃത്തികൾ ബോധ്യപ്പെടുത്തുന്നത്. നന്ദി.